ഗുഡ് മോർണിംഗ്. പ്രയർ ആരാണ്? പറഞ്ഞു ഗ്രീഷ്മ. കർമ്മഭൂമി വർണ്ണമേ നന്നായിരുന്നു കേട്ടോ. സൈനിങ് ആൻഡ് തോട്ട് ഓഫ് ദ ഡേ. സൈനിങ് ആരാണ്? തോട്ട് ഓഫ് ദ ഡേ മിസ്. പറഞ്ഞോ കേട്ടോ. Today, let's think about this. Please ask if you were to die tomorrow. Learn as if you were to live forever. നാളെ മരിക്കും എന്ന മട്ടിൽ ജീവിക്കുക, എന്നേക്കും ജീവിക്കും എന്ന മട്ടിൽ പഠിക്കുക. മഹാത്മാഗാന്ധി. താങ്ക് യു എവരിവൺ. ഗുഡ് മോർണിംഗ്. സൈനിങ് തോട്ട് ഓഫ് ദ ഡേ. വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്യാനുണ്ടോ? ഓക്കെ, ക്ലാസ്സിലേക്ക് വരാലോ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യാനുണ്ട്, അത് ഓർമ്മിപ്പിക്കണേന്ന് പറഞ്ഞായിരുന്നു. ആണോ? ആൽഫബറ്റ്സ് ആണോ? ആൽഫബറ്റ്സ്. ക്യാപിറ്റൽ ലെറ്റർ ഓർ സ്മോൾ ലെറ്റർ? സാൻഡ് പേപ്പർ ആണോ? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആണോ? സാൻഡ് പേപ്പർ ഓർ ഗിൽറ്റർ പേപ്പർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആരൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് അയക്കണം. ഓക്കെ മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മള് ഇത്രയും കാർഡ് ബോർഡ്സ്, ഇത്രയും ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതെല്ലാം എന്റെ ആ ഒരു കാർഡില് എന്റെ തന്നെ സ്മോൾ ലെറ്റർ അതിന്റെ ബാക്കില് അങ്ങനെ ചെയ്യാമോ? നല്ലതായിരിക്കും. അതായാലും മതി. പക്ഷെ ഇപ്പൊ നമ്മള് കാർഡ് എടുക്കുമ്പോ അത്യാവശ്യം കട്ടിയുള്ള, നമ്മളിപ്പോ ഒരു കാർഡ് എടുക്കുക എംഡിഎഫിന്റെ ബോർഡ് ഇല്ലേ, എംഡിഎഫിന്റെ ബോർഡ്, എംഡിഎഫിന്റെ അത് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കിട്ടും. ഞാൻ അങ്ങനെയാ വെച്ചത്. അപ്പൊ അതിന്റെ നല്ല കട്ടി ഉണ്ട് അതിന്. അപ്പൊ അതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഫ്രണ്ടിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നല്ലതായിരിക്കും. പക്ഷെ നമ്മളിപ്പോ ചാർട്ട് പേപ്പറിലൊക്കെ ചെയ്യുകയാണെങ്കിലേ, ചാർട്ട് പേപ്പറിൽ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഫ്രണ്ടിൽ ഒട്ടിച്ച് അപ്പുറത്താവുമ്പോ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് രണ്ടായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെ ചെയ്താലും മതി. ഒരു നമ്മൾ സാധാരണ നോട്ട്ബുക്കിന്റെ ഒക്കെ പീസ് ഉണ്ട്. നോട്ട്ബുക്കിന്റെ ഒക്കെ നിങ്ങൾക്ക് കാർഡ്ബോർഡ് കിട്ടണില്ല, അല്ലെ കനം കുറഞ്ഞത് കിട്ടണമെങ്കിൽ നോട്ട്ബുക്ക്, പഴയ ചെറിയ നോട്ട്ബുക്ക് ഒക്കെ ഉണ്ടാവില്ലേ, അതിന്റെ കവറിംഗ് പേപ്പർ ഉണ്ടല്ലോ,
അത് കട്ട് ചെയ്ത് സ്ക്വയർ ആക്കിയിട്ട് അതില് ചാർട്ട് ഒട്ടിക്കാം. 2 സൈഡ് ബോത്ത് സൈഡിലും എങ്ങനെ എന്ത് ചെയ്യാം, ചാർട്ട് ഒട്ടിക്കാം. എന്നിട്ട് ഫ്രണ്ടില് ഇപ്പൊ ക്യാപിറ്റൽ ലെറ്റർ എ ആണെങ്കിൽ ബാക്കിൽ സ്മോൾ ലെറ്റർ എ. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അത് സാൻഡ് പേപ്പറിലേ പറ്റുള്ളൂ, കാരണം നമ്മളത് ആൽഫബറ്റ്സ് ഇങ്ങനെ വെച്ചിട്ട് ടച്ച് ചെയ്താ നോക്കുന്നത്, സെൻസ് ചെയ്യാണ്. അപ്പോ സാൻഡ് പേപ്പർ ആണെങ്കിൽ അത് കുറച്ചും കൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇരിക്കുള്ളൂ. ഓക്കെ, മാം അത് നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ നമ്മളിപ്പോ ഒരു ലെറ്റർ, ഒരു വേർഡ് കുട്ടികളെ പഠിപ്പിക്കുമ്പോഴേ ബോൾ എന്ന് പഠിപ്പിക്കുമ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ എടുത്ത് യൂസ് ചെയ്യണമെങ്കിൽ ഇത് 2 ആയിട്ട് വേണം. ഞാനും ഇങ്ങനെ ആലോചിച്ചതാ. അപ്പൊ ഇന്നലെ ജിഷ്ണ മാം പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ ആക്ടിവിറ്റിയിൽ ഇതൊക്കെ സെപ്പറേറ്റ് ആണ്, 3 ആക്ടിവിറ്റി ആയിട്ടാണ്. 3 രീതിയിലാണ് മാർക്ക് വരുന്നത്. എന്നുവെച്ചാൽ ആൽഫബറ്റ്സ്, ന്യൂമറിക്കൽസ്, സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും അങ്ങനെയാ പറഞ്ഞത്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ടേ പറയാറുള്ളൂ. പക്ഷെ ആള് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ചെയ്യാം. ഓക്കെ, മാം അത് ക്യാരി ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. വെയിറ്റ് ഉണ്ടല്ലോ അതിന്, അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ബാക്കിലും ഫ്രണ്ടിലും വെക്കാമോ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നമ്മള് മെസ്സേജ് അയക്കാം, ആരൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞിരിക്കണേന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ അവരെ പിൻ ചെയ്യാം. ഓക്കെ, ഞാൻ ആൽഫബറ്റ് അതുകൊണ്ട് ഒട്ടിച്ചിട്ടില്ല, ചോദിച്ചിട്ട് ഒട്ടിക്കാന്ന് വിചാരിച്ചു. ഞാൻ നമ്പേഴ്സ് കാണിക്കാം. ഓക്കെ ഓക്കെ, മെസ്സേജ് ജീന അല്ലെ? ഒരു മിനിറ്റ് കേട്ടോ. ഗ്രീഷ്മയല്ലേ ഫസ്റ്റ് പറഞ്ഞത്? ഇത് എന്ത് ബ്ലോക്സ് ആണ് പറഞ്ഞത്? ഇത് ബോക്സ് അല്ല മാം, ഇത് കാർഡ്ബോർഡ് ആണ്. ഇത് കാർഡ്ബോർഡ് ബേസിലാണ് ചെയ്തിരിക്കുന്നത്. വലിയ നമ്മള് ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള കാർഡ്ബോർഡ് അവിടെ നിന്ന് കിട്ടും. ഞാൻ അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയതാ. അപ്പൊ ഞാനത് കാർഡ്ബോർഡിൽ ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് അതിന്റെ എഡ്ജില് ഇങ്ങനെ നമുക്ക് സെല്ലോ ടേപ്പ് കിട്ടും, കളർ സെല്ലോ ടേപ്പ്, അതാ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഫ്രണ്ടിലും ബാക്കിലും വെച്ചിട്ട് ഞാൻ പിന്നെ അത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയതാ. ഇത് നമുക്ക് ആവശ്യം വരുമല്ലോ, ഫ്രണ്ടിലും ബാക്കിലും വെച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഗ്ലിറ്റർ പേപ്പറാ വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്പേഴ്സ് നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ബാക്കിയുള്ളവരെ പിൻ ചെയ്യാം. ജീന. യെസ് മാം, കാണിക്കാവേ. സാൻഡ് പേപ്പർ ആണ് അല്ലേ? സാൻഡ് പേപ്പർ ആണ് മാം. കേട്ടാടാ, കുറച്ച് ലെങ്ത് പറഞ്ഞു. ഞാനിതെല്ലാം കട്ടിലിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്ക്, എത്രയും വലുതായത് കാരണം. കാണാൻ പറ്റിയോ? കാണാടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. റീജ. ഓക്കെ, മോനാണ് സ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞല്ലേ? സ്റ്റിക്ക് ഉണ്ട് മാം. ഞാൻ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ വരത്തക്ക രീതിയിലാ ചെയ്തത്. കുഴപ്പമില്ലാടാ. ഓക്കെ മാം. ലെറ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി, ഇനി നമ്പേഴ്സ് ചെയ്യാനുണ്ട്. ഓക്കെ, ചെയ്തോട്ടാ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. റീമ. റീമ. ഓക്കെ, ഒരു മിനിറ്റ് റീമ, മ്യൂട്ടാണ് കേട്ടോ, സംസാരിക്കുന്ന കേൾക്കാൻ പറ്റുന്നില്ല. മ്യൂട്ട് ഓൺ ആക്കിയിട്ട് സംസാരിക്കാം. കാണാം. ഇത് എന്താണ്, അരിമണിയാണോ? അല്ല, ടിഷ്യൂ പേപ്പർ ഗമ്മും കൂടിയിട്ട് പുറത്തു പോകാൻ മടി കാരണം ഇങ്ങനെ നമ്പേഴ്സ് എഴുതി, ഇതിൽ ടിഷ്യൂ പേപ്പറും ഗമ്മും കൂടി കളർ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഫില്ല് ചെയ്തു. കാണിച്ചു തന്നു. ഇത് അരിമണിയാണ്, അത് ഒഴിവാക്കണം. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടാ. റീമ. തനുജ. ഇത് നമ്പേഴ്സ്, ഇത് ക്യാപിറ്റൽ ലെറ്റർ.
നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. മേഘ. ഓക്കെ മാം. ഓക്കെ ഏതാ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർ, സ്ക്വയർ, ട്രയാങ്കിൾ ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, ഷേപ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്റ്റാർ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സ്റ്റാർ, സ്ക്വയർ, സർക്കിള്, പിന്നെന്താണ് റെക്ടാങ്കിൾ. അത് ഞാൻ ചെയ്തിട്ടുണ്ട് മാം. ഓക്കേടാ. അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റോഷ്നി. ഓക്കെ, ഓക്കെ കാണാം. ആൽഫബറ്റ് ഇല്ല, അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം മാം. ഇത് വെട്ടിയപ്പോഴത്തേന് സമയം പോയി. ഓക്കേടാ. നസ്രത്ത്. പ്രസന്റ് ചെയ്തോട്ടാടാ. ഓൺ ആക്കാൻ പറ്റില്ല മിസ്സേ. മുകളിലായിട്ട് ഒരു ആരോ മാർക്ക് ഇടണം. തിരിച്ചു കാണിച്ചാലും മതി. ഓക്കേടാ. കാണുന്നുണ്ട് മിസ്സേ. കാണുന്നുണ്ട്. ഓക്കേടാ, കാണാം. നിലത്ത് വിരിച്ചിട്ട് സ്മോൾ ലെറ്റർ എഴുതില്ല അല്ലെ? ഇവിടെ പരത്തിന സ്ഥലമില്ലാത്തോണ്ടാണ്. സ്മോൾ ലെറ്റർ ഉണ്ട്. തെറ്റാട്ടോ. ഓക്കേടാ. യെസ് മാം, ഞാൻ കാണിക്കാട്ടോ. കാണാൻ പറ്റണ്ടോ മാം? മോനെ കാണാടാ. കാണാവോ? മോനെ കാണുന്നത്. ആണോ? ഒരു മിനിറ്റ്. ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കോ? ഫോണാണോ യൂസ് ചെയ്യുന്നേ? ലാപ്ടോപ്പ് ആണോ തോന്നുന്നു മാം, അതുകൊണ്ടാ. ലാപ്പാണോ? ആദ്യം ഓക്കേടാ. മോൻ റെഡി ആവുമ്പോ പറഞ്ഞാ മതി കേട്ടോ. ബാക്കി സ്റ്റുഡൻസ് ഉണ്ടല്ലോ, കുറച്ച് പേരല്ലേ കാണിച്ചുള്ളൂ. കാണിച്ചു തരട്ടെ? അടുത്ത ക്ലാസ് ഷേപ്സ് കാണിച്ചു തരട്ടെ? നെക്സ്റ്റ് ഫ്രൈഡേ കാണിച്ചു തരാം. ഓക്കേടാ. നെക്സ്റ്റ് ഫ്രൈഡേക്ക് ആകുമ്പോ അടുത്തൊരു ആക്ടിവിറ്റി വരും കേട്ടോ. ഷേപ്സ് നന്നായിട്ടാവും. ഞാൻ പറഞ്ഞു, സർക്കിള്, ട്രയാങ്കിള്, ഓവം, സ്റ്റാർ, സ്ക്വയർ, റെക്ടാങ്കിള്. നിങ്ങളുടെ സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ മെറ്റീരിയലോ എന്താ പറയുക, ഗ്ലിറ്റൻ പേപ്പർ അല്ലെ, ഗ്ലിറ്റൻ പേപ്പറോ ബാലൻസ് ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഷേപ്സ് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ചെയ്യാട്ടോ. നല്ലതായിരിക്കും കേട്ടോ. ഷേപ്സ് ആണോ? നല്ലതാണ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പൊ ആദ്യം നോക്ക്, പറഞ്ഞാ മതി പ്രസന്റ് ചെയ്യാറാവുമ്പോ. ഓക്കെ, ബാക്കിയുള്ളവര് നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ പ്രസന്റ് ചെയ്യാം. നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ആക്ടിവിറ്റി തരട്ടെ? കാണാടാ.
ഓക്കെ 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 നന്നായിട്ടുണ്ട് കേട്ടോ. കാണാം ഇങ്ങനെ കൊള്ളാം. വെട്ടാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ആൽഫബറ്റിക് ഞാൻ വെട്ടിയില്ല, വെട്ടാൻ പറ്റിയിട്ടില്ല. ഓക്കേടാ. പിന്നെ ഞാൻ ദേ ഈ ബുക്ക് ഫ്രെയിം ചെയ്തായിരുന്നു. ഓക്കേടാ. മറ്റേ സ്മോൾ ലെറ്റർ ചെയ്തിട്ടില്ല, ചെയ്തോണ്ടിരിക്കുക. ഓക്കെ ചെയ്തോ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ മാം. ഇല്ല ഗിൽറ്റൻ പേപ്പർ തന്നെ വേണമെന്നില്ല കേട്ടോ. സാൻഡ് പേപ്പർ മതി. എപ്പോഴും സാൻഡ് പേപ്പർ ആണ് നല്ലത്. പിന്നെ ഗിൽറ്റൻ പേപ്പർ നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന അവൈലബിൾ ആണ്. പിന്നെ കട്ട് ചെയ്യാനൊക്കെ എളുപ്പം കൊണ്ടായിരിക്കും ഗിൽറ്റൻ പേപ്പർ സെലക്ട് ചെയ്തത് അല്ലേ? ആ യെസ് മാം, അത് ഭയങ്കര ഹാർഡല്ലേ മാം മറ്റേത്, അത് അതുകൊണ്ടാണ്. ഓക്കെ നിങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഏത് മെറ്റീരിയൽസ് ആണ് അവൈലബിൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ അപ്പൊ നമ്മള് എന്തൊക്കെ കാര്യങ്ങൾ മെറ്റീരിയൽസ് ഓക്കെ ആരാണ് മാം? പിന്നെ ഗ്ലിറ്റർ പേപ്പറിനെ അപേക്ഷിച്ച് സാൻഡ് പേപ്പറിന് റേറ്റ് കുറവാണ്. റേറ്റ് കുറവാണ്. സാൻഡ് പേപ്പർ, ഗ്ലിറ്റർ പേപ്പർ ഒരു ഷീറ്റിന് ഇവിടെ എന്റെ വീടിന്റെ അടുത്താണ് 15 രൂപയായിരുന്നു ഒരു ഷീറ്റിന്, ഒരു സിംഗിൾ പീസിന്. പക്ഷെ സാൻഡ് പേപ്പർ 10 രൂപ ഉണ്ടെങ്കിലും കിട്ടും. ഓക്കെ സാൻഡ് പേപ്പർ ആവുമ്പോൾ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. രണ്ടും കുഴപ്പമില്ല എന്നാ പറയുന്നത്. നിങ്ങളുടെ എന്ത് മെറ്റീരിയൽ ആണ് അവൈലബിൾ അതനുസരിച്ചിട്ട് ചെയ്യാട്ടോ. ഓക്കെ അപ്പൊ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ചെയ്തിട്ടുണ്ട്? ഫ്രെയിമുകൾ ചെയ്തോ? ആ ഫ്രെയിം ചെയ്തു മാം. എല്ലാ ഫ്രെയിമും ചെയ്തു? ചെയ്തു. ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്താ ആക്ടിവിറ്റി തന്നത്? ഈ ആൽഫബറ്റ്സ് മാം. ആൽഫബറ്റ്സ്. വേറെ ആക്ടിവിറ്റി ഒന്നും തന്നില്ലല്ലോ? ഇല്ല നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ് മാം. നമ്മള് വേർഡ് കാർഡ്സും റീഡിംഗ് കാർഡ്സും പിന്നെ അനിമൽസ്, വൈൽഡ് അനിമൽസ്, ഫ്ലവേഴ്സ് അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ അത് ആരാ പറഞ്ഞത്? അത് ജിഷ മാം. മാം ഓക്കെ ഇനി എന്റെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളറിംഗ് ബോക്സ് ആണ് കേട്ടോ. നമ്മള് കളറിംഗ് ബോക്സ് ആണ് ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾ കാണുന്ന ഈ ബോക്സിനെയാണ് നമ്മൾ മോണ്ടിസോറി കളറിംഗ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വുഡൻ ആയിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോക്സ് സെലക്ട് ചെയ്യാം. അതിൽ ഇതേപോലത്തെ കളേഴ്സ് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഈ വുഡന്റെ പീസ് ശരിക്കും പറഞ്ഞാൽ ടച്ച് ചെയ്യുന്നതില്ലേ ഒരു വുഡിന്റെ പീസാണ്. ആ സ്ഥലത്ത് കാർഡ്ബോർഡ് വെച്ചിട്ട് കളർ മാത്രം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആ ഷെയ്ഡ് പോവില്ല. അതിന് വേണ്ടിട്ടാ ഈ ഒരു അതിന്റെ ഒരു പിക്ക് എന്തെങ്കിലും കാണിച്ചു തരുമോ? നിങ്ങൾ കാണുന്നില്ല അല്ലേ? അയ്യോ സോറി കേട്ടോ. ഞാൻ കളറിംഗ് ബോക്സ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ കാണാമെന്ന് ഞാൻ വിചാരിച്ചു. സോറി, എന്റെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് ആണ്. ഇതിനെ കളറിംഗ് ബോക്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഷെയർ ചെയ്തെന്നുള്ളൊരു ഓർമ്മയിലാണ് പറയണത്. ഓക്കെ കണ്ടോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു 1 2 3 4 5 6 7 8 9 10 11 കളേഴ്സ് ഉണ്ട് ഇതില്. അതില് എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സിനും 2 പേഴ്സ് എങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കളറിംഗ് ബോക്സ് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഏരിയ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കളറിംഗ് ബോക്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രൈമറി കളർ, സെക്കൻഡറി കളർ നമുക്കറിയാമല്ലോ. പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട്, കളറിംഗ് ബോക്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ മാം, ഇത് ജസ്റ്റ് ഒരു ബോക്സ് മേടിച്ചിട്ട് നമ്മള് ക്രയോൺസോ അല്ലോ പെൻസിൽ ക്രയോൺസ് അങ്ങനെ വെച്ചാൽ മതിയോ? അല്ല എങ്ങനെയാത്? ഇല്ലാണ്ടത് ഇപ്പൊ ക്രയോൺസ് അല്ല, ഇത് കളറിംഗ് ടാബ്ലറ്റ്സ് പോലെയാണ്. ഒരു കളറിന്റെ പീസാണ്, സ്ക്വയർ പീസ് കളറാണത്. മനസ്സിലായോ? നമ്മള് കാർഡ്ബോർഡ് ചെയ്താൽ മതിയോ? കാർഡ്ബോർഡ് ചെയ്താൽ മതി. എന്നിട്ട് കാർഡ്ബോർഡില് കളർ പേപ്പർ ചുറ്റി ഒട്ടിച്ച് പേപ്പർ വെച്ചാൽ മതി. നമുക്കിത് മാച്ച് ബോക്സ് എടുക്കാൻ പറ്റുമോ? കുറച്ചും കൂടെ സെറ്റ് ആയിരിക്കട്ടെ. ഉള്ളിൽ എന്തെങ്കിലും കുറച്ച് തിക്ക് സാധനം നിറച്ചിട്ടുണ്ടെങ്കിൽ മാച്ച് ബോക്സ് റൗണ്ട് ചെയ്ത് എടുത്തൂടെ? മാച്ച് ബോക്സ് ചെറുതല്ലേടാ, നിങ്ങൾ കളർ ടാബ്ലറ്റ്സ് കാണാത്തതുകൊണ്ടാ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ കൊണ്ടുവന്ന് കാണിച്ചു തരാം. നമ്മളെ ബോക്സ് ആണ് ഇത്ര ഉണ്ടാവും. കാരണം മാച്ച് ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ബോക്സ് അല്ലേടാ. അപ്പൊ അത് ഇങ്ങനത്തെ ഒരെണ്ണം ഇങ്ങനെ എന്റെ കയ്യിലുണ്ട്. അതിനകത്തോട്ട് കളർ ചെയ്താൽ മതിയോ? കാണാൻ പറ്റുന്നു? ഒരു മിനിറ്റ്, നല്ലതാണല്ലോ അത്. അതൊരു ഗിഫ്റ്റ് ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് എന്തോ ചെയ്യണോ ഇനി? ഞാൻ അതറിയത്തില്ല.
ഓക്കെ ഓക്കെ നല്ലതാണ് ഇത്, സെറ്റാണത്. ഓക്കെ വുഡാണല്ലേ. അതില് കളർ ടാബ്ലറ്റ്സ് സെറ്റ് ചെയ്തിട്ട് ആ ഒരു കളറിൽ ആ ഒരു വലിപ്പത്തില് കളേഴ്സ് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കളറിംഗ് പേപ്പേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കാർഡ്ബോർഡിൽ എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്യുക. കാർഡ്ബോർഡിൽ അത് ഒട്ടിച്ചിട്ട് സൈഡിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ വുഡൻ പീസാ കൊടുത്തിരിക്കുന്നത് കണ്ടോ. അതിന് പകരം നമുക്ക് ഇപ്പൊ ഗ്ലിസ്റ്റർ പേപ്പർ എന്നൊക്കെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അത് നല്ലൊരു പിടിക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് സൈഡിലും നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും പിടിക്കാം. കാരണം കളർ ഷെയ്ഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കളറിന്റെ ഷെയ്ഡ് നമ്മൾ പിടിച്ച് കളറിന്റെ ഷെയ്ഡ് പോകും. അപ്പൊ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി രണ്ട് സൈഡിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ മനസ്സിലായി മാം. ഇത് കാർഡ്ബോർഡിൽ ആ ഷേപ്പിൽ വെട്ടിയിട്ട് എന്നിട്ട് അതിന്റെ മുകളിൽ ഇത് പേപ്പേഴ്സ് ഒട്ടിച്ച് കളർ പേപ്പേഴ്സ് ഒട്ടിച്ച് വെച്ചാൽ മതി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അത്രേ ഉള്ളൂ. ഈ പിടിക്കണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെയുണ്ട് കണ്ട് ഇതിനകത്ത് കുറെ കളർ പേപ്പേഴ്സ് ഇതിനകത്ത് ഇട്ടിട്ട് കണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഇത് വെച്ചാ മതിയോ? ഇല്ല മോനെ, കളറിംഗ് ബോക്സിന് അങ്ങനെ തന്നെ വേണം. ഇതേപോലെ തന്നെ ഇരിക്കണം കേട്ടോ. വുഡൻ ഇതില് വുഡൻ പീസ് ആണ്, അതില് പെയിന്റ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ നമുക്ക് കളറിംഗ് പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കളറിംഗ് പേപ്പേഴ്സ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കളറിംഗ് പേപ്പേഴ്സ് എന്ത് ചെയ്യുക, കാർഡ്ബോർഡിൽ കട്ട് ചെയ്ത് നല്ല രീതിയിൽ കവർ ചെയ്ത് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ബോക്സിലാക്കി വെക്കുക. അത്രേ ഉള്ളൂ. ഇപ്പൊ വുഡൻ ബോക്സ് കിട്ടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മളുടെ കയ്യില് എന്താണ് കാർഡ്ബോർഡിന്റെ ബോക്സ് ഉണ്ടെങ്കിൽ അതായാലും ചെയ്താൽ മതി. ഇത് കാർഡ്ബോർഡിന്റെ ബോക്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതേ രീതിയിൽ എടുത്താൽ മതിയോ? അത് മതി, അത് മതി. നിങ്ങൾ നോക്ക്, നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ആക്ടിവിറ്റി ആണ് കളറിംഗ് ബോക്സ്. ഇൻക്ലൂഡ് ചെയ്യേണ്ട കളർ പ്രൈമറി സെക്കൻഡറി കളേഴ്സും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. മാം ഓരോ കളർ വീതം പോരെ? 2 പെയർ വേണം. 2 പെയർ. 2 പെയർ കേട്ടോ. മാം ഇതിൽ കാണിച്ച പോലെ 7.5 സെന്റിമീറ്റർ ആണോ അതിന്റെ വിഡ്ത് വരേണ്ടത്? എന്താണ്? അല്ല, അത് കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു റോഷ്നിയുടെ കയ്യിലുള്ള ബോക്സിലാണ് കുട്ടി എന്ത് ചെയ്യേണ്ടത്, കളറിംഗ് ബോക്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കുറച്ച് വലിപ്പം കുറവായിരിക്കുള്ളൂ. നമുക്കൊക്കെ ആണെങ്കിൽ കുറച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വലിയ ബോക്സ് വുഡൻ ആയിരിക്കണം അല്ലേ മിസ്സേ? വുഡൻ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും അങ്ങനെയാണോ? ഇപ്പൊ റെഡിന്റെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡ് അങ്ങനെയാണോ? അല്ല, ഈ ബോക്സോ ചെറുതല്ലേടാ? ചെറുതാണല്ലേ, അന്ന് വേറെ നോക്കാം. ഓക്കെ, വലിയ ബോക്സ് കിട്ടൂല്ലേ, ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്ന ടൈപ്പ് ബോക്സ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്. അത് നോക്കിയിട്ട് മാം ഈ ബാംഗിൾസ് ഒക്കെ വെക്കൂലേ, ഒരു ബോക്സ് ഉണ്ടാവൂലേ, ശരിയാണ്. അത് ഓക്കെ ആവൂല? അത് സെറ്റ് അല്ലേ? അത്രയും ഷേപ്പ് ഉണ്ടാവില്ല. പുതിയ പുതിയ ഐഡിയാസ് വരുന്നത് ഇടും. അതേപോലത്തെ ബോക്സ് ഇട്ടാ. ഈ കളറിംഗ് ബോക്സ് സെറ്റ് ആണല്ലോ. ഇത് സ്ക്രീൻഷോട്ട് എടുത്തേക്ക് കേട്ടോ. കളർ പേപ്പേഴ്സ് ക്രാഫ്റ്റിന്റെ ഒക്കെ കടയിൽ കിട്ടും, അല്ലെങ്കിൽ ബുക്ക് സ്റ്റോളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നിങ്ങൾക്കറിയാലോ കുട്ടികളുടെ കയ്യിലൊക്കെ വാങ്ങിക്കുന്നതല്ലേ. പക്ഷെ ഉണ്ടല്ലോ, ആ കളർ പേപ്പറിന്റെ കളർ പെട്ടെന്ന് ഷെയ്ഡ് ആകും. നമ്മള് കയ്യിൽ കുറച്ചു നേരം പിടിക്കുമ്പോ തന്നെ അതിന്റെ കളർ പെട്ടെന്ന് ഷെയ്ഡ് ആവും. ആണ് കുറച്ച് ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കുക. അധികം ക്വാളിറ്റി കുറവുള്ളതല്ല, കുറച്ച് ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട്. ചില പേപ്പേഴ്സ് നല്ലതാണ്, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല പേപ്പേഴ്സ് ഇട്ടിട്ടുണ്ട് എനിക്ക്. നല്ലതാണ്. ഗ്ലാസ് കവർ വെച്ചാൽ മതിയോ ഫേഡ് ആവാതിരിക്കാൻ? ഇതെന്താണ്? ഈ ഒരു ഷീറ്റില്ല മാം, ഈ ഷീറ്റ് നല്ല ഇതാണ്. ഇത് കളേഴ്സ് ഒന്നും ഫേഡ് ആവില്ല, ഒന്നാവൂല. ഇത് ഒരെണ്ണത്തിന് 28 rupees ആണിത്. ഓക്കെ, അതേപോലത്തെ മതി. 20 rupeesന് പീസ് വരുമ്പോ പൈസ ഒത്തിരി ആവും കേട്ടോ. കൊറേ ഇപ്പൊ തന്നെ ഈ ആൽഫബറ്റ് ഉണ്ടാക്കുന്നത് കുറേ ഇതായി. അപ്പൊ അതിന്ന് എടുത്താ മതി. ഓക്കെ, ക്ലോത്തിൽ ചെയ്യാമോ? ക്ലോത്തില് ഓക്കെ, ക്ലോത്തിലും ചെയ്യാം. ക്ലോത്ത് കിട്ടണം കേട്ടോ അതേപോലത്തെ. ഓക്കെ ഓക്കെ. ആ ബോക്സ് സെറ്റ് മാം ഓൾമോസ്റ്റ് വാം കളർ ബോക്സ് മതി. എന്നിട്ടേ കളറിംഗ് ബോക്സിന്റെ മേലെ ആ ബോക്സ് വെക്കൂലേ, അതിന്റെ മേലെ കളറിംഗ് ബോക്സ് എന്നൊക്കെ പറഞ്ഞ് നല്ല ഭംഗിയിൽ എഴുതിയൊക്കെ വെക്കാം. കളേഴ്സ് ഒക്കെ ഒരുപാട് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ,
മാം ഓൾമോസ്റ്റ് കളേഴ്സ് വേണം? ഓൾമോസ്റ്റ് 12 കളേഴ്സ്. 2 പീസ് വെച്ച്. 12 പീസ് എന്നല്ല, 12 കളേഴ്സ്. പ്രൈമറി സെക്കൻഡറി കളേഴ്സ് മെയിൻ ആയിട്ട് വേണം. ബാക്കി നിങ്ങൾ ഇഷ്ടം പോലെ ആഡ് ഓൺ ആക്കിക്കോ. ഓക്കെ, 2 കളേഴ്സ് വേണം. എത്രയാണ്? 2 കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഓരോ കളർ? 2 പീസ് വേണം. ഒരു കളറിന് തന്നെ 2 പീസ്. അപ്പൊ അത് നോക്കാം കേട്ടോ. നമ്മളപ്പോ പോർഷനിലേക്ക് വരാണ്, നമ്മൾ ചാപ്റ്ററിലേക്ക് വരാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ഏതായിരുന്നു? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? അപ്പോ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഏത് പീരീഡിലാണ് ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഫിസിക്കൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്, ഏത് പീരീഡ്സ് ഒക്കെയാണ് ഫിക്സേഷൻ ടൈം, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുന്ന ടൈം, റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഏത് ടൈമിലാണ് എന്നുള്ളതൊക്കെ നോക്കി. പിന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അത് സീസ് ആവും, അത് സ്റ്റോപ്പ് ആകും. അതെപ്പോഴായിരുന്നു? മെച്യൂരിറ്റി. ഓക്കെ, മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആകുന്നു. ഒരു 3 വയസ്സുള്ള കുട്ടിയുടെ ആവറേജ് ഹൈറ്റും വെയിറ്റും നമ്മൾ നോക്കി. ദെൻ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും 3 മുതൽ ഒരു 6 വയസ്സ് വരെയുള്ള ഹൈറ്റും വെയിറ്റും എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 6 ഇയേഴ്സ് ഓൾഡ് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് 90% അഡൾട്ടിന്റെ വെയിറ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞു, അത് നോക്കി. ഒരു 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളുടെ ടോയ്ലറ്റ് ഹാബിറ്റ്സ് എന്ത് ചെയ്യും, കൈവരിക്കും, അല്ലെങ്കിൽ അവർ രാത്രി കാലങ്ങളിൽ ടോയ്ലറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കും. ദെൻ പാരന്റ്സിന് കുട്ടികളുടെ മോട്ടോർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മോട്ടോർ കോർഡിനേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, പസിൽസ്, പിന്നെ കട്ടിങ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ, കുറെ പേപ്പർ ക്ലിയറിംഗ്, കളറിംഗ്, പേപ്പർ ഫോൾഡിങ്, ഇതെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞു. ഇത്രയും വരെയല്ലേ എടുത്തിരിക്കുന്നത്? ആണോ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എടുത്തോ? ഇല്ല, എടുത്തില്ല. അല്ല മാം, ഇവിടം വരെ ഇട്ടുണ്ട് കോർഡിനേഷൻ. ഓക്കെ, കോർഡിനേഷൻ വരെ, മോട്ടോർ കോർഡിനേഷൻ വരെ പറഞ്ഞിട്ടുള്ളൂ. സോ മോട്ടോർ കോർഡിനേഷന്റെ സമയത്ത് ഞാൻ ആൽഫബെറ്റ്സ് ബോർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്? ഇല്ല മാം. നമ്മുടെ കൂട്ടത്തില് എത്ര ആൾക്കാർക്ക് 3 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ട്? സോറി, 6 വയസ്സിനും 3 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുണ്ട്? എനിക്കുണ്ട് മിസ്സേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും വാങ്ങിക്കേണ്ട ഒരു പേജ് നമ്പർ എനിക്ക് തോന്നുന്നു 43 ആണെന്ന് തോന്നുന്നുണ്ട്, 42. വാങ്ങിക്കേണ്ട ഒരു മെറ്റീരിയൽ ഞാനിപ്പോ കാണിച്ചു തരാം. കാണിച്ചതാണ് കാണിച്ചാണോ? ഓക്കെ, ആൽഫബെറ്റ്സ് ബോർഡല്ലേ മാം? അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആൽഫബെറ്റ്സ് ബോർഡുകൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് മോട്ടോർ കോർഡിനേഷൻ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കുട്ടികളിലെ മോട്ടോർ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യണ്ട, പെന്നൊക്കെ വെച്ച് പിടിച്ചിങ്ങനെ കൈ കൊണ്ട് അത് എഴുതിക്കണ്ട. മോട്ടോർ കോർഡിനേഷൻ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇങ്ങനെ ഈ ഒരു ബോർഡ് യൂസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അവരെന്ത് ചെയ്തോളും, പഠിച്ചോളും. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഇനി എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യണത് നമുക്ക് നോക്കാം. The physical development of an individual is found to be influenced by both hereditary and environmental factors. ഈ 2 ഫാക്ടേഴ്സും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഏതെല്ലാമാണ്? ഹെറിഡിറ്ററി ഫാക്ടേഴ്സും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Some of the important factors that affect physical growth and development are താഴെ പറയുന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അഫക്ട് ചെയ്യുന്ന ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. നിങ്ങൾ ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കവർ ചെയ്തിട്ടില്ലേ? അതില് നമ്മള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതാണ്? ഈ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലല്ലോ ഈ ഒരു പോർഷൻ. ഇല്ലാലോ?
അപ്പോ നമ്മളെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് എന്നാലും ഞാൻ ഒന്നും കൂടി പറയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്നത്? ഹെറിഡിറ്ററി ഫാക്ടർ എന്ന് വെച്ചാൽ നമുക്ക് പാരമ്പര്യമായി കൈമാറി കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ശീലങ്ങൾ, കുറച്ച് ഒരുപാട് ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ ചീത്തയായിരിക്കും, അസുഖങ്ങളൊക്കെ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടാറുണ്ട്. പിന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ പ്രീനെന്റൽ ആൻഡ് പോസ്റ്റ്നെന്റൽ, പ്രസവത്തിന് മുമ്പ് ഡെലിവറിക്ക് മുമ്പ് എന്തെല്ലാം അവസ്ഥയിലൂടെയാണ് കുട്ടി കടന്നു പോകുന്നത്, ഏത് എൻവയോൺമെന്റിലൂടെയാണ് കുട്ടി കടന്നു പോകുന്നത്, അതുപോലെ പ്രസവാനന്തരം കുട്ടിയുടെ എൻവയോൺമെന്റ് എങ്ങനെയൊക്കെയാണ് എന്നാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ നമ്മൾ ഹെറിഡിറ്ററി ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ് പറഞ്ഞു. നമുക്കറിയാം എന്താണ് നമ്മുടെ ഹെറിഡിറ്ററി ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ് ക്യാരി ചെയ്യുന്നത് എന്തിലാണ്? ജീനാണ് അല്ലെ? DNA കേട്ടിട്ടില്ലേ നിങ്ങള്? ഓക്കെ, DNA. അപ്പോൾ നമ്മുടെ ചിലപ്പോ നമ്മൾ പറയാറുണ്ട് പാരന്റ്സിനെ പോലെ തന്നെയാണ് കുട്ടി, അല്ലെങ്കിൽ പാരന്റ്സിന്റെ കണ്ണാണ്, പാരന്റ്സിന്റെ മൂക്കാണ്, അല്ലെങ്കിൽ ഹെയർ അതേപോലെയാണ്, ഐസ് അതേപോലെയാണ്, സ്കിൻ അതേപോലെയാണ്, സ്കിൻ ടോൺ അതേപോലെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കണം. സോ ഇതെല്ലാം ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ആണ്. ഫിസിക്കൽ ഫീച്ചേഴ്സ്, കളർ ഓഫ് ദ സ്കിൻ, ഐ, ഹെയർ, ഷേപ്പ് ഓഫ് ദ നോസ്, ഇയേഴ്സ്, ലൈക്ക് ഇതൊക്കെ നമുക്ക് ഹെറിഡിറ്ററി പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന കുറെ ശീലങ്ങളാണ്, കുറെ ഫാക്ടേഴ്സ് ആണ്. ദെൻ നമുക്ക് അറിയാവുന്ന ഒരു ഫാക്ടറാണ് എന്ത്? ഹെറിഡിറ്ററി ഡിസീസ്. പാരമ്പര്യമായിട്ട് നമുക്ക് അസുഖങ്ങളും കൈമാറി കിട്ടുന്നില്ലേ? എനിക്ക് തൈറോയിഡ് ഉണ്ട്, അത് പാരമ്പര്യമായിട്ട് ഞാൻ ഫാമിലി എല്ലാവർക്കും ഈ പറഞ്ഞൊരു അസുഖമുണ്ട്, അപ്പൊ അത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന. ചില ഡയബറ്റിക്സ് അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടാറുണ്ട്. ആസ്മ, അലർജി, ഇതെല്ലാം ഒരു പരിധി വരെയും ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്ന അസുഖങ്ങളാണ്. ഇനി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, പ്രീനെന്റൽ ആൻഡ് പോസ്റ്റ്നെന്റൽ ഫാക്ടേഴ്സ്. പ്രീനെന്റലിൽ വരുന്നത് നമുക്കറിയാം, ഒരു കുട്ടിയുടെ എന്താ പറയാ പൂർണ്ണമായ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ആ കുട്ടി അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് അവന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവന്റെ പിന്നീടുള്ള ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ മെറ്റേണൽ ഹെൽത്ത്, പ്രഗ്നൻസിയുടെ സമയത്തുള്ള ഹെൽത്ത് എങ്ങനെയാണ്, മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്, ആ പ്രഗ്നൻസിയുടെ സമയത്ത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഫിസിക്കലും മെന്റൽ സ്റ്റേറ്റും എങ്ങനെയാണ്, ഓക്കെ ആണോ? പിന്നെ മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ദ ചൈൽഡ്, അമ്മ റെഡി ആണോ ഈ കുട്ടീനെ ക്യാരി ചെയ്യാനായിട്ട്, അമ്മ റെഡി ആണോ എന്നുള്ളതും. ന്യൂട്രീഷൻസ്, ആ പർട്ടിക്കുലർ ടൈമിൽ അമ്മ എടുക്കുന്ന ന്യൂട്രീഷൻസ് ആ കുട്ടിക്ക് പ്രോപ്പർ ഗ്രോത്തിനും ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടോ. പിന്നെ ഡ്രഗ്സ് ഓർ ആൽക്കഹോളിക് ഇൻടേക്ക് എന്ന് വെച്ചാല് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മ ആൽക്കഹോളോ ഡ്രഗ്സോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈമൻസ്റ്റേഴ്സ് ആണെങ്കിൽ 3 monthsനുള്ളിലൊക്കെ ആണെങ്കിൽ അബോർഷൻ ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാതെ കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താണ് ഹിയറിംഗ് ഇമ്പയർമെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്, കേൾവിക്കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്ട്സുകൾ കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓർ എനി ആക്സിഡന്റ്, അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ കുട്ടിക്ക് ഇപ്പൊ വയറ് ചെന്നിടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് വൈകല്യങ്ങളായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതെല്ലാം പ്രീനെന്റൽ ഫാക്ടേഴ്സ് ആണ്, ഒരു കുട്ടിയുടെ അഫക്ട് ചെയ്യുന്ന, അവൻ ജനിക്കുന്നതിന് മുമ്പ് അവൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇത്. ഈ പ്രസവത്തിന് മുമ്പുള്ള കുട്ടീനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പ്രീനെന്റൽ ഫാക്ടേഴ്സ്. ഇനി പോസ്റ്റ്നെന്റൽ ഫാക്ടേഴ്സിലേക്ക് വരുമ്പോൾ, പോസ്റ്റ്നെന്റൽ എന്ന് പറഞ്ഞാൽ കുട്ടി ജനിച്ചതിന് ശേഷം അവന്റെ ചുറ്റുപാടുള്ളത്, പ്രസവാനന്തരം എങ്ങനെയാണ് എന്നുള്ളതും ഈ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഫിസിക്കൽ എൻവയോൺമെന്റ്, അവന്റെ ലിവിങ് കണ്ടീഷൻ, അവന് പ്ലേ ചെയ്യാനായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടോ, അത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവന് പ്രോപ്പർ ആയിട്ട് ഹെൽത്തും ന്യൂട്രീഷൻസും കിട്ടിയിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും ആക്സിഡന്റ്സോ ഇൽനെസ്സോ കുട്ടിക്ക് ചെറുപ്പത്തിൽ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും അവന്റെ ഫിസിക്കൽ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതേപോലെ അസുഖങ്ങൾ, ചെറുപ്പത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ്നെന്റൽ ഫിസിക്കൽ എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യാറുണ്ട്. സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്, കുട്ടിനോടുള്ള പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, ഫാമിലി സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫാമിലി സ്ട്രക്ചർ. ന്യൂക്ലിയർ ഫാമിലിയിലേക്കാൾ കുറച്ചും കൂടി ബെനിഫിറ്റ്സ് കുട്ടികളുടെ ഡെവലപ്മെന്റിൽ ഏത് ഫാമിലിക്കാണ്? ജോയിന്റ് ഫാമിലിക്കാണ്. ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സും ഗ്രാൻഡ് മദേഴ്സും ഒക്കെ ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ, ഇപ്പൊ അമ്മയും അച്ഛനും വർക്കിംഗ് ആണെങ്കിൽ പോലും കുട്ടികളുടെ എല്ലാ ഡേ ടു ഡേ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ആരുണ്ടാവും അവിടെ? ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും.
പിന്നെ ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്, അവന് പഠിക്കാനുള്ള, എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള, എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ടോ. അതേപോലെ ആസ്ക് വൈ ക്വസ്റ്റ്യൻ, അത് എന്തുകൊണ്ടാണ്, എന്താണ് റീസൺ എന്ന് ചോദിക്കുന്ന കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി ഇന്റലിജന്റ് ആയിട്ട് വളരും. ഓക്കെ, ഇതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എൻകറേജ് ചെയ്യണം. പിന്നെ ഈ കുട്ടികൾക്ക് കുറച്ചും കൂടി മോട്ടോർ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡിങ്, സ്റ്റോറി ടെല്ലിങ്, ഡ്രോയിങ്, പ്ലേയിങ് മ്യൂസിക്, ഡാൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാമാണ് ഗ്രോത്തും ഡെവലപ്മെന്റും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോമൺ ആയിട്ട് പറയുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മളുടെ ഏതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. സെയിം തന്നെയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പോയിട്ട് പറഞ്ഞത്. സെയിം ആണ്. അപ്പൊ ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് റീഡ് ചെയ്താൽ മതി, അപ്പോഴേക്കും ക്ലിയർ ആവും. ദ ട്രെറ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഹെറിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് കൺസെപ്ഷൻ. നമ്മൾ കൺസ്യൂം ആവുന്ന സമയത്ത് കുട്ടികൾക്ക് നമ്മുടെ ട്രെറ്റ്സും നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മുടെ ഗുണങ്ങളും അതുപോലെ ഒരുപാട് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്ന കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെയാണ്? അസുഖങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാ, നോസിന്റെ ഷേപ്പ്, അല്ലെങ്കിൽ സ്കിൻ ടോണ്, എല്ലാവരും പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി കിട്ടുന്ന കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ്. രണ്ടാമത്തെ പോയിന്റ്, ദ ഫിസിക്കൽ ആസ് വെൽ ആസ് മെന്റൽ ഹെൽത്ത് ഓഫ് ദ മദർ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രഗ്നൻസി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അമ്മയുടെ ഫിസിക്കലും മെന്റൽ ഹെൽത്തും. പ്രഗ്നൻസിയുടെ സമയത്ത് അമ്മയുടെ ഫിസിക്കലും മെന്റൽ ഹെൽത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം അമ്മ ഹാപ്പി ആയിട്ട്, നമ്മൾ എപ്പോഴും പറയും പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസ് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം, സന്തോഷവതിയായിട്ട് വേണം ഇരിക്കാനായിട്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അമ്മയും ഈ കുട്ടിയും തമ്മിൽ ഒരു എന്താ പറയാ, ഒരു ഇമോഷണൽ ബോണ്ട് അമ്മ കുട്ടി വയറ്റിലായിരിക്കുന്ന സമയം മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അമ്മ ഇവിടെ വിഷമിച്ചു കഴിഞ്ഞാൽ അവിടെ ആരായിരിക്കും വിഷമിക്കുന്നത്? കുട്ടിയായിരിക്കും. സോ അതുകൊണ്ട് പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസ് എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ വേണം ഇരിക്കാനായിട്ട്. ഓക്കെ, ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ എംബ്രിയോ വിത്തിൻ ദ വൂം ഓഫ് ദ മദർ. അമ്മയുടെ വയറ്റിൽ വെച്ച് ന്യൂട്രീഷൻസ് കിട്ടിയിട്ട്, എംബ്രിയോന് കിട്ടിയിട്ടുള്ള ന്യൂട്രീഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് ബേസിക് ആയിട്ടുള്ള ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർക്ക് പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് വേണം. കണ്ടീഷൻ ആൻഡ് കെയർ അറ്റ് ദ ടൈം ഓഫ് ദ ഡെലിവറി. കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ ചൈൽഡ് ആഫ്റ്റർ ബർത്ത്. കുട്ടി ജനിച്ചതിന് ശേഷം എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണ് കുട്ടിക്ക് കിട്ടി, പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ കുട്ടി നല്ല ഹെൽത്തി ആയിട്ട് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ ഓക്കെ ആയിരിക്കും. ഇനി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഫിസിക്കൽ ഡിഫക്ട്സ്, ഇൽനെസ് ഓർ ഡിസീസ്. നമുക്കറിയാം ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആ സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും ഇൽനെസ്സോ ഡിസീസോ വരാണെങ്കിൽ അത് കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യും. അതേപോലെ തന്നെയാണ് ഫിസിക്കൽ ഡിഫക്ട്സ്. ചില വല്ല ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ച് കുട്ടിക്ക് ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി ലിവിങ് കണ്ടീഷൻ ആർ ഫിസിക്കൽ സോഷ്യൽ കൾച്ചർ. ആ കുട്ടിയുടെ ലിവിങ് കണ്ടീഷൻ എങ്ങനെയാണ്, സൊസൈറ്റിയിൽ എങ്ങനെയാണ്, ഫിസിക്കൽ ആയിട്ട് അതിന് എല്ലാ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണോ, ദെൻ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവൻ ഫോളോ ചെയ്യുന്ന കൾച്ചർ, ഇതെല്ലാം ആ കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ദ ഓപ്പർച്യൂണിറ്റി ഓഫ് റീക്രിയേഷൻ. അവന് റീക്രിയേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ? സെൽഫ് എക്സ്പ്രഷൻ, അവന് ഓരോ കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? പ്ലേ ടൈം കിട്ടുന്നുണ്ടോ? എക്സസൈസ്, അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. കുട്ടിക്ക് നമ്മൾ ബേസിക് നീഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആ സമയത്ത് നമ്മൾ എന്താണ് ഫുഡ്, വാട്ടർ, ക്ലോത്ത്, ഷെൽട്ടർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതേപോലെ തന്നെ കുട്ടിക്ക് ബേസിക് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്, സെൽഫ് എക്സ്പ്രഷൻ, അപ്പൊ സ്വയം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരം, പ്ലേ ടൈം, കളിക്കാനുള്ള അവസരം, കുട്ടികളല്ലേ എക്സസൈസ് ചെയ്യാനുള്ള അവസരം, റെസ്റ്റും സ്ലീപ്പിനുള്ള ഓപ്പർച്യൂണിറ്റീസും കുട്ടികൾക്ക് ആവശ്യമാണ്. ഇത്രയുമാണ് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന്.
ബാക്കിയുള്ളവര് ഇത് കഴിഞ്ഞോ? ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞേരെ. നമ്മള് ചെറിയായിട്ട് നമുക്ക് കൈമാറി കിട്ടുന്ന കുറച്ച് ത്രെഡ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതാണ് അതേ സമയത്താണ് കൺസെപ്ഷന്റെ ടൈമിൽ തന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് ഇപ്പൊ എന്താ പറയാ, ഫാദറിന്റെ ഭാഗത്തുനിന്ന് അച്ഛന്റെ ഭാഗത്തുനിന്ന് 23 ക്രോമസോംസും അമ്മയുടെ ഭാഗത്തുനിന്ന് 23, അത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്? എന്താ ഫോം ചെയ്യുന്നത്? സൈഗോട്ടോ. അത് പഠിച്ചല്ലേ കുട്ടികളെ? എന്താ ഫോം ചെയ്യുന്നേ? സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ സെല്ലാണ് ഫോം ചെയ്യുന്നത്. സോ ഈ സൈഗോട്ടിന്റെ അകത്ത് ഇത് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരുപാട് ത്രെഡ്സുകൾ, നമ്മൾ പറയുന്ന തിന്നി ലൈക്ക് എന്താ പറയാ, ഒരു നൂൽ ത്രെഡ് ലൈക്ക് ഒരു എന്തുണ്ട്, ഒരു ബോഡീസ് ഉണ്ട്, ത്രെഡ് ലൈക്ക് നൂല് പോലത്തെ DNA എന്ന് പറയും നമ്മളതിനെ. അപ്പൊ ആ DNA സമയത്ത് തന്നെ നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിയിലേക്ക് കിട്ടുന്നുണ്ട്. ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ആ കൺസെപ്ഷന്റെ ടൈമിൽ തന്നെ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ ട്ടാ. അപ്പോ ഇനി നമ്മള് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ പ്രിൻസിപ്പിൾസിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ്, എത്ര ടൈപ്സ് മോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാനുണ്ട് ഇല്ലേ? ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. One minute. നോക്കാം. അയ്യോടാ, സോറി കേട്ടാ, അതിലെ ലാസ്റ്റ് സ്പെല്ലിംഗ് തെറ്റാണ്. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ, ശ്രദ്ധിക്കാം. ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചത് എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടോ? മെസ്സേജ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മാം. ആർക്കും കാണാൻ പറ്റും? മെസ്സേജ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. അതിനു മുമ്പ് നമുക്ക് എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയാം. ഓക്കെ, മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റിനെ പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസ് ആണ്. മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റിനെയാണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് 2 മോട്ടോർ സ്കിൽസ് ആണ് ഉള്ളത്, ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും. എത്ര ടൈപ്സ് ആണ് മോട്ടോർ സ്കിൽസ് ഉള്ളത്? 2 ടൈപ്പ് ആണ്. എന്തൊക്കെയാണ്? ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും. ഈ ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഇൻവോൾവ് ലാർജ് മസിൽസ്, നമ്മുടെ ലാർജ് മസിൽസ് ഗ്രൂപ്പ്സിനെ മൂവ്മെന്റ്സ് ലൈക്ക് വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ്, ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? ഗ്രോസ് മോട്ടോർ സ്കിൽസിൽ വരുന്നത്. എന്തൊക്കെയാണ്? ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ്, മൂവ്മെന്റ്സ് ലൈക്ക് വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ്, ഇതൊക്കെയാണ് എന്ത്? ഗ്രോസ് മോട്ടോർ സ്കിൽസിൽ വരുന്നത്. രണ്ടാമത്തെ എന്താണ് സ്കില്ലാണ് ഏത്? ഫൈൻ മോട്ടോർ സ്കിൽസ്. എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ്? ഫൈൻ മോട്ടോർ സ്കിൽസ് ഇൻവോൾവ് സ്മോൾ മസിൽസ് ഗ്രൂപ്പ്സ് ആണ്. എന്താണ്? ചെറിയ ചെറിയ മസിൽസ് ഗ്രൂപ്പിന്റെ ഡെവലപ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. അവിടെ മൂവ്മെന്റ്സ് ലൈക്ക് റൈറ്റിംഗ്, ഗ്രാസ്പിംഗ്, മാനിപ്പുലേറ്റിംഗ് ആൻഡ് ഒബ്ജക്ട്സ്, ഇതൊക്കെ വരുന്നത്. റൈറ്റിംഗ് ഉദ്ദേശിച്ചാൽ മതി. നമ്മളുടെ ഈ 2 എന്താ പറയാ, ഈ 2 ഫിംഗറിലെ മസിൽസിന്റെ പ്രോപ്പർ ആയിട്ട് ഡെവലപ്മെന്റ് ആയാലും നമുക്കൊരു കുട്ടിക്ക് നല്ല രീതിയിൽ പെൻസിൽ വെച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എഴുതാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഏതാണ്? ഫൈൻ മോട്ടോർ സ്കിൽസിൽ വരുന്നതാണ്. ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾ നടക്കുന്നതും ഓടുന്നതും ജമ്പ് ചെയ്യുന്നതും, അത് ലാർജ് മസിൽസിന്റെ ഗ്രോത്തിനെയാണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്നും, ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുമ്പോൾ സ്മോൾ മസിൽസിന്റെ ഗ്രോത്തിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഗ്രോസ് മോട്ടോർ സ്കിൽസിന് നമുക്ക് എന്താ പറയാ,
ലോക്കോമോട്ടർ സ്കിൽസ് പറയാം. വാക്കിംഗ്, ഈ ലോക്കോമോട്ടർ സ്കിൽസിലാണ് ഈ വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ്, സ്വിമ്മിങ് ഒക്കെ വരുന്നത്. പിന്നെ ഒബ്ജക്റ്റ് കൺട്രോളിങ്, നമുക്ക് ഒബ്ജക്റ്റുകൾ കിക്ക് ചെയ്യാനായിട്ട്, നമുക്ക് കിക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മള് ഫുട്ബോളൊക്കെ കിക്ക് ചെയ്യൂലേ, ഇല്ലേ, കിക്ക് ചെയ്യുന്നതല്ലേ. പിന്നെ ത്രോയിങ്, എറിയുക, ക്യാച്ചിങ്, നമ്മളിങ്ങനെ ബോളൊക്കെ ക്യാച്ച് ചെയ്യുക, ഇതെല്ലാം എന്തിലാ വരുന്നത്, ഗ്രോസ് മോട്ടോർ സ്കിൽസിലാണ് വരുന്നത്. റോളിങ്, ക്രൗളിങ്, സിറ്റിംഗ് അപ്പ്, ഇരിക്കുക, എഴുന്നേൽക്കുക, ഇതെല്ലാം ഗ്രോസ് മോട്ടോർ സ്കിൽസിന്റെ എക്സാമ്പിൾസ് ആണ്. ഫൈൻ മോട്ടോർ സ്കിൽസിലേക്ക് വരുമ്പോൾ സ്മോൾ മസിൽ ഗ്രൂപ്പിന്റെ ആണെന്ന് പറഞ്ഞു ഇല്ലേ. നമ്മുടെ ഹാൻഡ്സ്, ഫിംഗേഴ്സ്, വിസ്റ്റ് ഇതിന്റെയൊക്കെ ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ ഹാൻഡിന്റെ ഡെവലപ്മെന്റ്, നമുക്ക് ഹാൻഡ് ഇങ്ങനെ മടക്കാനും ഇങ്ങനെയൊക്കെ റോൾ ചെയ്യാൻ പറ്റുന്നില്ലേ. പിന്നെ നമ്മുടെ ഫിംഗേഴ്സുകൾ ഇങ്ങനെ റോൾ ചെയ്യാൻ പറ്റുന്നില്ലേ. ഈ ഫിംഗേഴ്സ് ഇങ്ങനെ റോൾ ചെയ്യുന്നത്, നമ്മളുടെ മുഷ്ടി ഇങ്ങനെ ഇത് ചെയ്യുന്നത്, ഇതെല്ലാം എങ്ങനെയാണ്, ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ആണെങ്കിലാണ് ചെയ്യാൻ പറ്റാം. ആദ്യം കുട്ടികൾക്ക്, ഫസ്റ്റ് ടൈം കുട്ടികൾക്ക്, അല്ലെങ്കിൽ കുട്ടി ജനിച്ച സമയങ്ങളിൽ നമുക്ക് ഒരു വയസ്സ് വരെ ഉള്ള ടൈമിൽ ആദ്യത്തെ ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ടൈം ടു ടൈം ഗ്രോ ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് കുട്ടികളിൽ ഡെവലപ്പ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മള് ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാറുണ്ട്. നമ്മളുടെ ബട്ടറിംഗ് ഫ്രെയിംസ് ഒക്കെ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളുടെ കയ്യില് ബട്ടൺസ്, പിന്നെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട് മോൺസോറിയിൽ, അതെല്ലാം ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് മെറ്റീരിയൽസ് ആണ്. പ്രീ റൈറ്റിംഗ് ബോർഡ്സിൽ വരുന്നത് തന്നെയാണ്. ഞാൻ ആ ആൽഫബറ്റ്സ് ബോർഡ് കാണിച്ചു തന്നില്ലേ, അത് പ്രീ റൈറ്റിംഗ് ബോർഡ്സിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇപ്പൊ മെറ്റീരിയൽസ് ഒരുപാട് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റിൽ വ്യത്യാസമില്ല, പക്ഷെ ഒരുപാട് മെറ്റീരിയൽസ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മോട്ടോർ സ്കിൽസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. 2 ടൈപ്പ് മോട്ടോർ സ്കിൽസ് ആണ് ഉള്ളത്, ഗ്രോസ് മോട്ടോർ സ്കില്ലും ഫൈൻ മോട്ടോർ സ്കിൽസും. ഗ്രോസ് മോട്ടോർ സ്കിൽസിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. എന്തെല്ലാം ഞാൻ പറഞ്ഞതില്ല, നമ്മളുടെ ലോക്കോമോട്ടോർ സ്കിൽസ് ആയ റണ്ണിങ്, വാക്കിംഗ്, ജമ്പിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ത്രോയിങ്, കിക്കിങ്, ക്യാച്ചിങ് ഒക്കെ എന്തിൽ വരുന്നതാണ്, ഫൈൻ ഗ്രോസ് മോട്ടോർ സ്കിൽസിൽ വരുന്നതാണ്. ദെൻ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്മൂത്ത് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. പിന്നെ റൈറ്റിംഗ്, ഡ്രോയിങ്, യൂസിങ് ടൂൾസ്, അതേപോലെ സിഗ്ഗിങ്, പിന്നെ ബട്ടണിങ് ഒക്കെയാണ് എന്തിൽ വരുന്നത്, ഫൈൻ മോട്ടോർ സ്കിൽസിൽ വരുന്നത്. ഓക്കെ, മോട്ടോർ ഡെവലപ്മെന്റിലേക്ക് വരാമെങ്കിൽ നമുക്ക് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റ് ആണെന്ന് പറഞ്ഞു. Motor development refers to the development of strength, speed, accuracy, the use of muscles part of the body and coordination and control of muscle movement. ഞാൻ സ്പീഡിലാണ് പറഞ്ഞത്, ഞാൻ ഒന്നും കൂടി പറയാം, നമുക്കത് എഴുതിയെടുക്കേണ്ട ഡെഫിനിഷൻ ആണ്. നിങ്ങൾ എല്ലാവരും എഴുതിക്കോ. മോട്ടോർ ഡെവലപ്മെന്റ് refers to development of strength, speed, ഒരു മിനിറ്റ് ഒന്നുകൂടി പറയാം. മോട്ടോർ ഡെവലപ്മെന്റ് refers to the development of strength, speed, and accuracy in the use of muscular parts of the body and coordination and body of the body and coordination of the body and coordination and
coordination and control of muscle movement, muscular movements, muscular control at ഒരു മിനിറ്റ് control muscular movements. നോക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്ക്. motor development typically refers to development of motor development refers to the development of strength, speed, accuracy in the use of muscular parts of the body, coordination and control the muscular movements. Okay, ഇത്രയുമാണ് എന്ത് പറയുന്നത് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്പീഡ്, ആക്യുറസി ഒക്കെ ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ മസ്കുലർ പാർട്സ്, നമ്മുടെ ബോഡിയിലെ മസ്കുലർ പാർട്സുകൾ എന്ത് ചെയ്യുക, അതെങ്ങനെ യൂസ് ചെയ്യാം, അതിന്റെ കോർഡിനേഷനും കൺട്രോളും ആണ് എന്തിൽ പറയുന്നത്, മോട്ടോർ ഡെവലപ്മെന്റിൽ പറയുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മോട്ടോർ ഡെവലപ്മെന്റ് സെയിം തന്നെയാണ്, ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ ഒരു ബോക്സ് പോലെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, അതേപോലെ അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഏത്, പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എല്ലാവരും ഈ ഡെഫിനിഷൻ എഴുതിയോ? ഓക്കെ, എഴുതിക്കോട്ടോ. പിന്നെന്താണ്, നെക്സ്റ്റ് ഡേയിലെ ആക്ടിവിറ്റി കളറിംഗ് ബോക്സ് ആണ്. കമ്പൽസറി ആയിട്ട് എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ കളറിംഗ് ബോക്സ് പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയുന്നു. മേഘന പറഞ്ഞോടാം. Okay, good morning, ma'am, and good morning, my dear friends. As we come to the end of this sections, I would like to take a moment to sincerely thank our wonderful teacher for their guidance, patience, and inspirations. Your efforts make learning meaningful and enjoyable. And to my fellow students, thank you for your enthusiasm, support, and teamwork. Together, we have made this a truly enriching experience. Let's continue to learn and grow. Thank you, everyone. Thank you, Meghna, and thank you all. Thank you, ma'am. Thank you.